ജീവിതത്തിൽ ഒറ്റപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടോ? സുഹൃത്തുണ്ടായിട്ടും ഇല്ലാത്ത പോലെ, ബന്ധുക്കളുണ്ടായിട്ടും ഇല്ലാത്ത പോലെ, അത്രമേൽ പ്രിയപ്പെട്ടവരുണ്ടായിട്ടും ഇല്ലാത്ത പോലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളോട് മാത്രം എന്താണിങ്ങനെ പെരുമാറുന്നത്? എന്താണ് കാരണം? ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. ഒറ്റപ്പെടൽ നീ വിചാരിക്കുന്ന പോലെ ശിക്ഷയല്ല. നീ അനുഭവിക്കുന്ന നിശബ്ദത എന്റെ ശാപമല്ല. അത് നിന്നെ ഞാൻ വിളിക്കുന്ന ശബ്ദമാണ്. എല്ലാവരിൽ നിന്നും നിന്നെ ഞാൻ മാറ്റി നിർത്തുമ്പോൾ അതിനൊരു കാരണമുണ്ട്. എല്ലാവരോടും കൂടെ നിന്നാൽ നീ എന്നെ കേൾക്കില്ല. അതിനാലാണ് ചിലരെ ഞാൻ ഒറ്റപ്പെടുത്തുന്നത്. നീ ചോദിക്കും, ഭഗവാനെ, ദുഷ്ടന്മാർ പന പോലെ വളരുന്നു. അവർക്ക് കൂട്ടമുണ്ട്, പണമുണ്ട്, ശബ്ദമുണ്ട്. എന്നാൽ നല്ല മനസ്സുള്ളവർ ഒറ്റപ്പെടുന്നു, വേദനിക്കുന്നു. ഇതെന്തിനാണ്? ഞാൻ പറയും, പന വളരുന്നത് കാണാം, പക്ഷേ അത് നിഴൽ തരില്ല. വൃക്ഷം നിശബ്ദമായി വളരും, പക്ഷേ ഒരു നാൾ അത് ആശ്രയമാവും. നീ നിഴലില്ലാത്ത ഉയരമാകണമോ, അല്ലെങ്കിൽ ആശ്രയമാകണമോ? നിനക്ക് തോന്നും, എല്ലാവരും എന്നെ വിട്ടുപോയി. അല്ല, ഞാൻ അനാവശ്യമായവരെ നിന്ന് മാറ്റി. കാരണം നീ വളരുമ്പോൾ എല്ലാവരും നിനക്കൊപ്പം നടക്കില്ല. ചിലർ നിന്റെ വേദന കാണാൻ മാത്രം കൂടെയുണ്ടാകും. ചിലർ നിന്റെ ഉയർച്ച കണ്ടാൽ അകന്നുപോകും. അവരെ ഞാൻ തന്നെ നിനക്ക് മാറ്റി. ഇത് ശിക്ഷയല്ല, സംരക്ഷണമാണ്. ഒറ്റപ്പെട്ട രാത്രികളിലാണ് നീ സ്വയം കേൾക്കാൻ തുടങ്ങുന്നത്. കൂട്ടത്തിലിരുന്നപ്പോൾ നീ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ഒറ്റയായപ്പോൾ നീ നിന്നെ തന്നെ കേൾക്കാൻ തുടങ്ങി. അവിടെയാണ് യഥാർത്ഥ വളർച്ച. നീ വീണ്ടും ചോദിക്കും, എന്നെ ആരും അന്വേഷിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. ഞാൻ അനാവശ്യനാണോ? ഇല്ല. ചില വിളികൾ മനുഷ്യരിൽ നിന്നല്ല, അത് എന്നിൽ നിന്നാണ്. നിശബ്ദതയിൽ നീ എന്നെ കേൾക്കാൻ തുടങ്ങിയാൽ നീ മനസ്സിലാക്കും, നീ ഒറ്റയല്ല, നീ ഒരുക്കപ്പെടുകയാണ്. ദുഷ്ടന്മാർ ഇന്ന് ചിരിക്കുന്നു, നീ കരയുന്നു. പക്ഷേ ഞാൻ ഇന്നത്തെ കാഴ്ച കൊണ്ട് ജീവിതം തീർപ്പാക്കുന്നില്ല. ഞാൻ അവസാനം വരെ കാണുന്നവനാണ്. നീ ഇപ്പോൾ തകർന്നത് നാളെ നിന്നെ കരുത്തനാക്കാൻ വേണ്ടിയാണ്. ഒറ്റപ്പെട്ടവന് ഞാൻ നൽകുന്ന അനുഗ്രഹം കൂട്ടത്തിലിരിക്കുന്നവന് കിട്ടില്ല. ആഴം, വിവേകം, കരുണ, സത്യം, ഇവ എല്ലാം നിശബ്ദതയിൽ ജനിക്കുന്നതാണ്. നീ എല്ലാവരെയും പോലെ ശബ്ദമുള്ളവനായി ജനിക്കണമെന്നില്ല. നീ നിശബ്ദമായി മാറേണ്ടവനാകാം. കാരണം ലോകം മാറ്റിയത് എല്ലാ കാലത്തും ശബ്ദമുള്ളവരല്ല, ആഴമുള്ളവരാണ്. ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ചിലർ കുടുംബത്തോടെ സുഖ സൗകര്യങ്ങളോടുകൂടി വളരെ നല്ല ജോലി, എല്ലാ രീതിയിലും ഉയർച്ച ലഭിക്കും. പക്ഷേ കാലം കഴിയുമ്പോൾ അവരുടെ ഹൃദയം പിളരുന്ന വേദന പോലെ അവർ ഒറ്റപ്പെടും. അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതുമില്ലെങ്കിൽ സ്വന്തം മക്കൾ തങ്ങൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയനുഭവിക്കുന്നത് കാണേണ്ടി വരും. ചിലർ കരുതണം, അത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ഭഗവാൻ എന്നെ ഇത്രയും ഉയർത്തിയല്ലോ ജീവിതത്തിൽ എന്ന്. പക്ഷേ ഒന്നോർത്തുകൊള്ളും, നീ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ എത്രത്തോളം നിന്നെ ഉയർത്തുന്നു, അതിന്റെ 10 മടങ്ങ് വേദനയിൽ നിനക്ക് ആ ഉയരത്തിൽ നിന്ന് താഴെ വീഴേണ്ടി വരും. ഹൃദയം പിളരുന്ന പോലെയുള്ള വേദന അനുഭവിക്കേണ്ടി വരും. യാതൊരുവിധ സംശയവുമില്ല. നിന്റെ കർമ്മത്തിനുള്ള ശിക്ഷ നീ സ്വയമോ നിന്റെ കുടുംബത്തിലുള്ളവരോ അതോ ഭാവിയിൽ നിന്റെ കൺമുമ്പിൽ തന്നെ നിന്റെ മക്കളോ അനുഭവിക്കേണ്ടതായി വരും. ഇതാണ് ദൈവം നൽകുന്ന ശിക്ഷകളിൽ ഏറ്റവും കഠിനമായത്. ഇത് ഭീഷണിയല്ല, ജീവിതം ഇങ്ങനെ തന്നെയാണ്. ഏതൊരു വ്യക്തിയും സ്വന്തം കർമ്മത്തിനുള്ള ശിക്ഷ അത് അനുഭവിച്ച് തന്നെ തീർക്കണം. ആ നിമിഷം അനുഭവിക്കുന്ന വേദന അത് ഹൃദയഭേദകമായിരിക്കും. ഓർക്കുക, ഒറ്റപ്പെട്ടവന്റെ ഭാഗത്താണ് ദൈവം. നീ ഒറ്റയായപ്പോൾ നിന്റെ കൈപിടിച്ചതാരാണെന്ന് നിനക്കറിയില്ലായിരിക്കാം.
പക്ഷേ നീ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ഒരു ഉത്തരമാണ്. ദൈവം ഒറ്റപ്പെട്ടവരെ ഉപേക്ഷിക്കില്ല. നീ അനുഭവിച്ചതിന്റെ 10 മടങ്ങ് വേദന നിന്റെ ശത്രുക്കൾ അനുഭവിക്കും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ശത്രുത മനസ്സിൽ വെച്ച് അവരോട് പെരുമാറുകയും തിരിച്ചു പകരം ചോദിക്കാൻ പോവുകയും ചെയ്യരുത്. അവന്റെ കർമ്മഫലം അവൻ ഭാവിയിൽ തീർച്ചയായും നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. പക്ഷെ അപ്പോൾ നീ ഒരിക്കലും അത് കണ്ട് ആനന്ദിക്കരുത്. കാരണം മറ്റൊരുവന്റെ തകർച്ച കണ്ട് ആനന്ദിക്കുന്നവരും ദുഷ്ടന്മാർ തന്നെയാകും. അവന്റെ കർമ്മഫലമാണ് അവൻ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. നീ ഒരിക്കലാതോ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനില്ലാതിരുന്നാൽ ആർക്കും ഒന്നും നഷ്ടമാകില്ലല്ലോ. ഇത് മരിക്കാനുള്ള ആഗ്രഹമല്ല, പിന്നെയോ ജീവിക്കാനുള്ള ആശ്രയം നഷ്ടപ്പെട്ട ഒരു മനസ്സിന്റെ നിശബ്ദ നിലവിളിയാണ്. ഒറ്റപ്പെട്ടവരെ സമൂഹം ശക്തരെന്ന് വിളിക്കും. അവനൊന്നും പറയില്ല, അവൾ എല്ലാം സഹിക്കും. പക്ഷേ അവർക്കറിയില്ല നീ പറയാത്തത് നിനക്ക് പറയാൻ കഴിയാത്തതാണെന്ന്. ചിലർ നിന്നെ വേദനിപ്പിക്കും, അതറിയാതെയല്ല, നീ സഹിക്കുമെന്ന് അവർക്കുറപ്പുള്ളതിനാലാണ്. നീ നിശബ്ദനാകുമ്പോൾ അവർക്ക് ധൈര്യം കൂടും. ഇതാണ് മനുഷ്യന്റെ വലിയ തെറ്റ്. ഇപ്പോൾ ദൈവത്തിന്റെ ഭാഗം ഇവിടെ വരുന്നു. നീ ചോദിച്ചേക്കാം, എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നവരെ ദൈവം എന്തുകൊണ്ട് തടയുന്നില്ല? കാരണം ദൈവം നിന്നെ തകർക്കാനല്ല, വേർതിരിക്കാനാണ് ഇതനുവദിക്കുന്നത്. നിനക്കെല്ലാവരും വേണ്ട, നിനക്ക് ശുദ്ധമായ ബന്ധങ്ങൾ മാത്രം മതി. ഒറ്റപ്പെട്ടവൻ ഒരു നാൾ ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഒറ്റപ്പെടാതിരിക്കാൻ പഠിച്ചവനാകും. അവൻ മനുഷ്യരെ കണ്ണടച്ച് വിശ്വസിക്കില്ല, പക്ഷേ കണ്ണു തുറന്ന് സ്നേഹിക്കാൻ പഠിക്കും. ഇതാണ് ദൈവം ഒറ്റപ്പെട്ടവരെ വളർത്തുന്ന രീതി. ഇപ്പോൾ നിന്നോട് മറ്റൊരു ചോദ്യം. നീ ഇത്രയും സഹിച്ചിട്ടും ഇന്നും നിനക്ക് മനുഷ്യരോട് കരുണ തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് തോന്നുന്നില്ലേ നിന്നെ ഉള്ളിൽ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്ന്? ജീവിതത്തിൽ നമ്മൾ പലതും കാണും. ഒരാളെ വാക്കുകൾ കൊണ്ട് തകർക്കുന്നവരെ, ഒരാളെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിശബ്ദനാക്കുന്നവരെ, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി അവന്റെ വിശ്വാസം, ജീവിതം, ബന്ധങ്ങൾ എല്ലാം പൊളിച്ചെടുക്കുന്നവരെ. അത് അന്നത്തെ നിമിഷത്തിൽ അവർക്ക് ജയം പോലെ തോന്നും. ഒരാളെ നശിപ്പിക്കാൻ നീ ശ്രമിച്ചാൽ അത് അവിടെയൊന്നും അവസാനിക്കില്ല. ജീവിതം അത് ഓർമ്മിച്ചു വയ്ക്കും. കാരണം ഈ ലോകം നമ്മൾ ചെയ്യുന്നത് കേൾക്കാതെ പോകുന്ന ഒരു സ്ഥലമല്ല. നീ ഒരാളുടെ കണ്ണീരിനെ അവഗണിച്ചാൽ ഒരു ദിവസം നിനക്ക് നിന്റെ കണ്ണീരോട് ആരും കരുണ കാണിക്കാത്ത നിമിഷം വരും. ഇത് ശാപമല്ല, ഇത് ജീവിതത്തിന്റെ സമത്വമാണ്. നമ്മൾ കാണുന്നുണ്ട് ദുഷ്ടന്മാർ പന പോലെ വളരുന്നത്. പണം, പദവി, പവർ എല്ലാം അവരുടെ കയ്യിൽ. പക്ഷേ അവർ വളരുന്നത് അവർക്കുള്ള സമ്മാനമല്ല, അവർക്കുള്ള പരീക്ഷയാണ്. ഒരാളെ തകർത്ത് നീ ഉയർന്നാൽ ആ ഉയരം നിന്റെ സ്ഥിരം സ്ഥാനമല്ല. ജീവിതം ഒരിക്കൽ അവിടെ എത്തിക്കും, നീ മറ്റുള്ളവരെ നിൽക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിൽ. അപ്പോൾ നിനക്ക് നീ ചെയ്തതെല്ലാം വ്യക്തമായി മനസ്സിലാകും. ഒറ്റപ്പെട്ടവൻ ഇവിടെ പ്രധാനമാണ്. അവനെ ആൾക്കാർ വിട്ടുപോയാലും ദൈവം വിടുന്നില്ല. കാരണം ഒറ്റപ്പെട്ടവൻ ആരെയും നശിപ്പിച്ചിട്ടില്ല. അവൻ സഹിച്ചിരിക്കുന്നു. അവന്റെ കൈകൾ വൃത്തിയുള്ളതാണ്. അവന്റെ മനസ്സ് നിഷ്കളങ്കമാണ്. ഒരാളെ വേദനിപ്പിച്ച് നീ ശാന്തിയായി ഉറങ്ങുമ്പോൾ അത് ശക്തിയല്ല, അത് ഇനിയും ഉറക്കം നഷ്ടമാക്കുന്ന ഒരു ഭാവിയുടെ ആരംഭമാണ്. ദൈവം ഉടൻ കണക്ക് ചോദിക്കില്ല. കാരണം നീ നിനക്കുള്ളിൽ മുഴുവനായി വളരട്ടെ എന്നതാണ് അവന്റെ നീതി. പിന്നീട് നീ വീഴുമ്പോൾ നിനക്കൊളിക്കാൻ ഒരിടവും ഇല്ലാതാക്കാനാണ്. ഒറ്റപ്പെട്ടവന്റെ വേദന അവനെ തകർക്കാനല്ല, അവനെ കൂടുതൽ മനുഷ്യനാക്കാനാണ്. അവൻ വാക്കുകൾ കൊണ്ട് ആളുകളെ കൊല്ലില്ല, അവൻ ജീവിതം കൊണ്ട് മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ന് നീ ഒറ്റപ്പെട്ടവനാണെങ്കിൽ നിനക്ക് ഭയപ്പെടേണ്ട. നീ തകർത്തിട്ടില്ല, നീ വഞ്ചിച്ചിട്ടില്ല, നീ കണ്ണീർ കൊടുത്തിട്ടില്ല, നീ സഹിച്ചു. അതുകൊണ്ട് തന്നെ നീ ദൈവത്തിന്റെ ഭാഗത്താണ്. ജീവിതം
നീതി കാണിക്കും. സമയമെടുത്ത്, എന്നാൽ കൃത്യമായി. നീ നിന്റെ വഴിയിൽ ശാന്തമായി നടക്കൂ. തിരത്തിലുള്ള നിന്റെ ശാന്തമായ കർമ്മമൊന്നു മതി നിനക്കെതിരെ നിന്ന് പ്രവർത്തിച്ചവർക്ക് ശിക്ഷ ലഭിക്കാൻ. പലർക്കും ഒരു ചോദ്യം മനസ്സിൽ വരും. ദുഷ്ടന്മാർക്ക് ദൈവം ശിക്ഷ നൽകുമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ നമ്മൾ കണ്ടതിൽ അവർ നന്നായി ജീവിക്കുന്നതുപോലെയാണ്. വലിയ വീട്, പണം, പദവി, മക്കൾക്ക് നല്ല ജീവിതം. അപ്പോൾ മനസ്സിൽ ചോദ്യമുയരും, അവർ ചെയ്തതിന്റെ ശിക്ഷ എവിടെയാണ്? ഇവിടെ ഒരു കാര്യം നമ്മൾ ശാന്തമായി ഓർക്കണം. നമ്മൾ മറ്റൊരാളെ വേദനിപ്പിച്ച നിമിഷം അതവിടെ അവസാനിക്കുന്നില്ല. ഒരു ഉദാഹരണം ചിന്തിച്ചു നോക്കൂ. നീ ഒരു വൃക്ഷം കത്തിക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഭസ്മമെടുക്കുന്നു. ആ ഭസ്മം മറ്റൊരാളുടെ ദേഹത്തിലേക്ക് അവൻ നശിക്കട്ടെ എന്നാഗ്രഹിച്ച് എറിയുന്നു എന്ന് കൽപ്പിച്ചു നോക്കൂ. ആ ഭസ്മം ചൂടുള്ളതാണെങ്കിൽ ആദ്യം നിന്റെ കൈ പൊള്ളും. ചൂടില്ലാത്തതാണെങ്കിൽ പോലും ആ ഭസ്മം മറ്റൊരാളുടെ ദേഹത്തൊന്ന് സ്പർശിച്ച ശേഷം കാറ്റിൽ ചുറ്റി തിരികെ നിന്റെ ദിശയിലേക്ക് വന്നു വീഴും. ഇതാണ് ജീവിതത്തിന്റെ സൂക്ഷ്മമായ നിയമം. നീ പുറത്തേക്ക് എറിയുന്ന ഏതൊരു കാര്യവും, വാക്കായാലും ചിന്തയായാലും പ്രവൃത്തിയായാലും, ഒരിക്കൽ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരും. നീ മറ്റൊരാളെ തകർക്കാൻ ആഗ്രഹിച്ചുവെങ്കിൽ ആ തകർച്ച ആദ്യം നിന്റെ ഉള്ളിലാകും തുടങ്ങുന്നത്. നീ മറ്റൊരാളെ അവഹേളിച്ചാൽ നിന്റെ മനസ്സിൽ കരുണ പതിയെ കുറയും. അത് നിനക്ക് പോലും നിന്നെ അപരിചിതനാക്കും. പാവപ്പെട്ടവൻ പ്രതികരിക്കില്ല എന്ന് നീ വിചാരിക്കാം. പക്ഷേ ജീവിതം ഒരിക്കലും നിശബ്ദമായി വിടില്ല. അത് സമയമെടുത്ത്, എന്നാൽ കൃത്യമായി ഉത്തരം നൽകും. ഇത് ഭീഷണിയല്ല, ഇത് ശാപവാക്കല്ല. നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് അത് സുരക്ഷിതമാകുന്നില്ല. നീ മനുഷ്യനായി നിൽക്കുമ്പോൾ നിനക്ക് മനസ്സാക്ഷി ഒപ്പമുണ്ടാകും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷ. ചിലപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചേക്കാം, അവൻ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും പോകും. ദൈവത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ വാക്കുകൾ പുറത്തുവരും: എന്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെയായി? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയും തളർച്ച? എന്തുകൊണ്ട് എനിക്ക് ശത്രുക്കൾ? എന്തുകൊണ്ട് ഞാൻ സ്നേഹിച്ചിട്ടും എനിക്ക് തിരിച്ച് സ്നേഹം കിട്ടുന്നില്ല? എന്നെ ദ്രോഹിച്ചവർ നശിക്കട്ടെ, എന്റെ ശത്രുക്കൾ തകർന്നു പോകട്ടെ. ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ പ്രാർത്ഥനയായി മാറും. ഇവിടെ ഒരു കാര്യം ശാന്തമായി മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ചിന്തകളും വാക്കുകളും നീ മറ്റൊരാളിലേക്ക് അയക്കുന്നതല്ല, നീ നിന്നിലേക്കാണ് അയക്കുന്നത്. നിന്റെ ചിന്ത, നിന്റെ വാക്ക്, നിന്റെ പ്രാർത്ഥന ഇവയെല്ലാം ഒന്നിച്ച് നിന്നെ തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത്. നീ ദൈവത്തോട് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ സമാധാനം കുറയും, നിന്റെ മനസ്സ് ഭാരം കൂടും. അവിടെ നിന്നാണ് നിന്റെ ജീവിതത്തിലെ നെഗറ്റീവ് ഫലങ്ങൾ തുടങ്ങുന്നത്. അതിനാൽ ഇനി മുതൽ പ്രാർത്ഥന ഇങ്ങനെയാക്കൂ: എന്നെ ദ്രോഹിച്ചവർക്കുള്ള കർമ്മഫലത്തിന്റെ നീതി അവിടുന്ന് നൽകിയാലും, കർമ്മഫലം നൽകിയാലും. ഇത്രയും മതി. ഈ ഒരു വാചകത്തിനുള്ളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റിന്റെ ഫലം ദൈവം നൽകും. അത് നിനക്ക് കാണേണ്ടി വരുമോ ഇല്ലയോ, അത് നിന്റെ കാര്യമല്ല. അതോടൊപ്പം നീ നിന്റെ ഭാഗത്ത് നെഗറ്റീവ് സൃഷ്ടിക്കുന്നില്ല. നിന്റെ ചിന്ത പോസിറ്റീവായിരിക്കും, നിന്റെ വാക്കുകൾ ശാന്തമായിരിക്കും, നിന്റെ പ്രവൃത്തികൾ നിഷ്കളങ്കമായിരിക്കും. അതിനാൽ നിനക്ക് ലഭിക്കുന്ന ഫലവും പോസിറ്റീവായിരിക്കും. ജീവിതത്തിൽ നല്ലത് പതിയെ വന്നു ചേരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥന ഇത്തരത്തിലാകട്ടെ. മന്ത്രജപങ്ങൾ ചൊല്ലാം, പക്ഷേ മനസ്സിൽ വെറുപ്പും നാശം ആഗ്രഹിക്കുന്ന ചിന്തകൾ ഒഴിവാക്കുക. ഇത് ഏത് ജാതിയിലും മതത്തിലും ദൈവമായാലും ഒരേപോലെയാണ്. നീ എന്ത് ഉള്ളിൽ നിന്ന് അയക്കുന്നുവോ അതുതന്നെയാണ് ജീവിതം തിരികെ നൽകുന്നത്.
ഇത് ഒരിക്കലും നിർബന്ധമല്ല. ഇത് ഒരു ഉപദേശമല്ല. നിന്റെ ചിന്തയ്ക്കനുസരിച്ച് നീ സ്വീകരിക്കാവുന്ന ഒരു വഴി മാത്രമാണ്. ശാന്തമായ പ്രാർത്ഥന ശാന്തമായ ജീവിതത്തിലേക്ക് നിന്നെ നയിക്കും. ഹരേ കൃഷ്ണ. ജാതി-മത വ്യത്യാസങ്ങൾ കർമ്മഫലത്തിനില്ല. നീ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് ദൈവത്തെ വിളിച്ചാലും നീ ഒരു മനുഷ്യനാണെങ്കിൽ കർമ്മഫലം നിനക്കും ബാധകമാണ്. നമ്മൾ ഇന്നും പലയിടങ്ങളിലും കാണുന്നുണ്ട് ദൈവത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ വാക്കുകളുടെ യുദ്ധം. ആരാണ് വലിയ ദൈവം, ആരാണ് ശ്രേഷ്ഠമായ മതം, ആരാണ് ഉന്നതൻ, ഇങ്ങനെ വിവേകം നഷ്ടപ്പെട്ട വാക്കുകളുടെ അടികൂടൽ. പക്ഷേ ഒരിക്കലാതും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഒരേ എനർജിയുടെ ഭാഗമാണ്, ഒരേ ഉറവിടത്തിൽ നിന്നുണ്ടായവരാണ്. ആ എനർജിക്ക് നമ്മൾ വ്യത്യസ്ത പേരുകൾ നൽകുന്നു. അതാണ് ദൈവങ്ങളുടെ പേരുകൾ വ്യത്യസ്തമാകുന്നത്. അതാണ് മതങ്ങൾ വ്യത്യസ്തമാകുന്നത്. ഇതിനർത്ഥം ഒന്നാണ്. മറ്റു മതസ്ഥരെയും മറ്റു മനുഷ്യരെയും ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. അവർ അർഹിക്കുന്ന മാനവും സ്ഥാനവും നൽകാൻ നമുക്ക് പഠിക്കണം. അതേസമയം ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ബഹുമാനം എന്നത് ബന്ധം സ്ഥാപിക്കണം എന്ന അർത്ഥമല്ല. നമ്മളെ ശത്രുവായി കാണുന്നവരോട്, നമ്മൾ മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്തവരോട് ബന്ധം നിർബന്ധമല്ല. അവരിൽ നിന്ന് മാറി നിൽക്കാം, അകലം സൂക്ഷിക്കാം. അത് വെറുപ്പമല്ല, അത് സ്വയം രക്ഷയാണ്. ദൈവം നമ്മളോട് പഠിപ്പിക്കുന്നത് ഇതാണ്. വെറുപ്പോടെ ജീവിക്കരുത്, പക്ഷേ സ്വയം തകർക്കുന്ന ബന്ധങ്ങളിൽ തങ്ങി നിൽക്കാനും പാടില്ല. ബഹുമാനം എല്ലാവർക്കും, ബന്ധം വിവേകത്തോടെ. ഇതാണ് ആത്മീയത, ഇതാണ് യഥാർത്ഥ മാനുഷികത. ഹരേ കൃഷ്ണ. പലർക്കും ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ദൈവത്തെ കണ്ടെത്താൻ മതം മതി, ജാതി മതി, ആചാരം മതി എന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കൂ, മനുഷ്യനാകാതെ ഒരിക്കലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. നീ ദൈവത്തെ വിളിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ദ്വേഷമുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാളെ നശിക്കട്ടെ എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ദൈവമില്ല, അവിടെ നിന്റെ അഹങ്കാരമാണ്. 2. കർമ്മഫലം ഇവിടെ തന്നെയാണ് തുടങ്ങുന്നത്. പലരും കരുതുന്നു കർമ്മഫലം മരണത്തിനു ശേഷം കിട്ടും എന്ന്. അല്ല, കർമ്മഫലം ഇവിടെ തന്നെ, ഇപ്പോൾ തന്നെ തുടങ്ങുന്നു. നീ ഒരാളെ വേദനിപ്പിച്ചാൽ ആ വേദന ആദ്യം നിന്റെ ഹൃദയത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ടാണ് ദുഷ്ടൻ പുറം നോക്കുമ്പോൾ ചിരിച്ചാലും അകത്ത് അശാന്തനായിരിക്കുന്നത്. 3. ദൈവം ശിക്ഷ വൈകിപ്പിക്കുന്നത് ശിക്ഷയില്ലാത്തതുകൊണ്ടല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മൾ പലപ്പോഴും പറയും, അവർക്കെന്താ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ ഓർക്കൂ, ദൈവം ശിക്ഷ വൈകിപ്പിക്കുന്നതാണ്, ശിക്ഷയില്ലാത്തതുകൊണ്ടല്ല. വൃക്ഷം കൂടുതൽ ഉയരത്തിൽ വളരുമ്പോഴാണ് അത് വീഴുമ്പോൾ തകർച്ച കൂടുതലാകുന്നത്. 4. ഒറ്റപ്പെടൽ ശാപമല്ല, ഒരുക്കമാണ്. ഒറ്റപ്പെട്ടിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒറ്റപ്പെടൽ ശിക്ഷയല്ല, അത് ഒരുക്കമാണ്. ദൈവം നിനക്ക് വേണ്ടാത്ത ബന്ധങ്ങൾ മാറ്റി നിന്നെ ശാന്തനാക്കുകയാണ്. അത് നിന്നെ ശക്തനാക്കാൻ വേണ്ടിയാണ്. ഇത് എല്ലാ കാലത്തും പറഞ്ഞ ഒരു സത്യമുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ദൈവം കൂടെയുണ്ടെന്ന് ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നാശം വരുത്തിയവർ ഇന്ന് പുറം നോക്കുമ്പോൾ സുഖമായി ജീവിക്കുന്നതായി തോന്നുന്നുണ്ടോ? നിങ്ങളും ഒരിക്കലെങ്കിലും എന്റെ ശത്രു നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇന്ന് നിങ്ങൾ അത് മാറ്റി എനിക്ക് ശാന്തി മതി എന്ന് പറയാൻ തയ്യാറാണോ? നീ ശുദ്ധമായ മനസ്സോടെ ജീവിച്ചാൽ ദൈവം നിന്റെ പക്ഷത്താണ്. നീ ഒറ്റപ്പെട്ടാലും നീ ഒറ്റയല്ല. ഹരേ കൃഷ്ണ. ലഭിച്ച ജീവിതത്തിൽ സന്തോഷവും തൃപ്തിയും കണ്ടെത്താൻ ശ്രമിക്കൂ. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പകുതി പ്രശ്നവും പ്രശ്നമല്ലാതെയായി മാറും. ചെറിയ കാര്യങ്ങളിൽ പോലും വ്യാകുലതയും സങ്കടവും കണ്ടെത്തുന്ന രീതി മാറും. ഇത്തരത്തിലുണ്ടാകുന്ന പ്രാർത്ഥനയിൽ നിന്ന് ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ലഭിക്കുകയും അതുവഴി ജീവിതം സുന്ദരമായി മാറുകയും ചെയ്യും. ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇതെന്റെ ജീവിതമാണ് എന്ന് തോന്നി തളർന്നിരിക്കാതെ അതിൽ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകൂ. ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ഹരേ കൃഷ്ണ.